നമുക്കറിയാം, പലരും ജീവിത സായാഹ്നത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിയുമ്പോൾ പെട്ടെന്നൊരു ശൂന്യതയായിരിക്കും പലരുടെയും ജീവിതത്തിലേക്ക് വരിക. രാവിലെ ഡ്രസ്സ് ചെയ്ത് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആ ഒരു നമ്മുടെ റെഗുലർ റൂട്ടീനിൽ നിന്ന് മാറി പലർക്കും പെട്ടെന്നൊന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്ന് മനസ്സിലാക്കും. എന്തായാലും ഈ ശ്രമങ്ങളെ വളരെ സ്നേഹത്തോടെ കൂടെ തന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാനെന്ന് പറയുവാൻ ഈ സമയം ആഗ്രഹിക്കുന്നു. നമുക്കിത് ചിട്ടപ്പെടുത്തേണ്ടത് ഒരു പ്രായത്തിന് ശേഷമല്ല, ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഏത് രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് കൃത്യമായി ചിട്ടപ്പെടുത്തുകയും അതിന് സമയക്രമങ്ങൾ രൂപപ്പെടുത്തുകയും അതിനുവേണ്ടി നമുക്ക് സമയം മാറ്റിവെക്കുവാൻ, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള സമയം മാറ്റിവെക്കുവാനുള്ള ഒരു കാഴ്ചപ്പാടും ഇവിടെ നിന്ന് ലഭിക്കുന്ന കാഴ്ചപ്പാട്, ഞാൻ പറയുന്ന ആഗ്രഹം, എനിക്കുള്ള ആഗ്രഹം അത് പുതുതലമുറയ്ക്കാണ് കൈമാറേണ്ടത്. അങ്ങനെ കൈമാറുമ്പോൾ അവരവരുടെ ഒരു സമയത്തിൻ്റെ നിശ്ചിത സമയം ജീവിതത്തിൽ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും അങ്ങനെ മാറ്റിവെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ ഏത് രീതിയിലാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റാൻ സാധിക്കും. എന്തായാലും വലിയ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പെരുമ്പാവൂർ നഗരസഭയിലും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രോഗ്രാമുകളെല്ലാം നടത്തപ്പെടുന്നുണ്ട്. അവരുടെ സ്ഥലങ്ങളിൽ പോയി അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഉൾപ്പെടെ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി. അമേരിക്കൻ ജനസംഖ്യാ ശാസ്ത്രജ്ഞനായ വാറൻ തോംസനാണ് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പോൾ ആ സിദ്ധാന്തം എന്താണെന്ന് പറയാനുള്ള സമയം നമുക്കില്ല. പക്ഷേ ആ സിദ്ധാന്തത്തിലെ പ്രധാന കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ജനസംഖ്യാ പരിവർത്തനത്തിന് 4 സ്റ്റേജുണ്ട് അദ്ദേഹം പറയണത്. അതിലൊന്നെന്ന് പറയുന്നത് സന്തുലിത ജനന മരണ നിരക്കാണ് ശരിക്കും. അപ്പം അതിനിന്നൊരു മാറ്റം വന്നിട്ടുണ്ട് ശരിക്കും. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഏജിങ് പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു പഠനം പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ഏജിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വരെയുണ്ട്. ശരിക്കും മഹാത്മാഗാന്ധി സർവകലാശാല അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പോൾ സന്തുലിത ജനന മരണ നിരക്ക് ഇന്നത് പോസിബിൾ അല്ല. കാരണം നമ്മുടെ ലോങ്ജിവിറ്റി ഓഫ് ലൈഫ്, അതായത് ദീർഘകാലം ജീവിക്കാനുള്ള ഒരു അവസരം ഇന്നുണ്ട് ശരിക്കും. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ ഇരിക്കുന്ന ഇച്ചിരി മുതിർന്നവരെയൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു അവർ ജോലി ചെയ്ത അതിനേക്കാൾ കൂടുതൽ സമയം അവരിപ്പോൾ അതിന് ശേഷം ചിലവിട്ട് കഴിഞ്ഞു, വളരെ ഹെൽത്തി ആയിട്ട്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് മാറ്റി നിർത്തുന്നില്ല. ആ കൂട്ടത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നിട്ടാണ്, ഒരു ആനക്കൂട്ടം എടുത്താലും അവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് പോകുന്നത്. അതിൽ ഏറ്റവും പ്രായമുള്ള ആൾക്കാരായിരിക്കും ഗൈഡ് ചെയ്യുന്നത്. അപ്പം പ്രകൃതിക്ക് വിരുദ്ധമായ ചില സമീപനങ്ങളിലേക്ക് അടുത്ത കാലത്ത് നമുക്ക് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് അതുകൊണ്ടാണ്, ചെറുപ്പക്കാരെ മാറി നിന്നിട്ട് പ്രായമുള്ളവരെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടായി. അപ്പോൾ എങ്ങനെ എപ്പോഴും ഞാൻ ഓർക്കുന്നത് സർവൈവലാണ്. സർവൈവൽ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇതിൽ നിലനിൽക്കാം, അതിൽ കൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു ആശയം ലോകത്തിന് തന്നെ ഉണ്ടായത്. U3, 3-ാം ഏജ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന നമ്മൾക്ക് എങ്ങനെ നിലനിൽക്കാം. അങ്ങനെ ഒരു ഐഡിയയുമായിട്ട് ലോകത്ത് തന്നെ ഒരു സംഘടന രൂപപ്പെട്ടപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റി തീർച്ചയായും മുമ്പോട്ട് വരണം. രണ്ടാമത്തത് ഹോങ്കോങ്ങിൽ MGUലേക്ക് കിട്ടിയ അംഗീകാരവും തുടർന്ന് ഒരു പ്രോഗ്രാം അവിടെ 2028 ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഇവിടെ വെക്കാൻ തീരുമാനിച്ചതുമാണ്. മൂന്നാമത്തത് കേസ് സ്റ്റഡി റൈറ്റിംഗ് ആണ്. എഴുതണം, എഴുതിയാലേ തെളിയും. നാലാമത്തത് പുൽപ്പറ്റ പഞ്ചായത്തിൽ നടക്കാൻ പോകുന്ന ചരിത്ര സംഭവമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഗ്രാമത്തിലെ എല്ലാ മുതിർന്ന പൗരന്മാരെയും ചെറിയ U3 യൂണിറ്റുകളിലാക്കി അവർക്ക് ലക്ഷ്യബോധം കൊടുക്കാനും മൈ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം, അവർ കൊടുത്തിരിക്കുന്ന പേര് ഇടം എന്നാണ്. മുതിർന്നവർക്ക് ഇത് എല്ലാവരും പറഞ്ഞു. എന്നാലും ഞാൻ പറയാത്തൊരു പേര് കൂടാണ് ബിന്ദു സൂസൻ നടത്തും. ഞങ്ങളുടെ കോർഡിനേറ്ററാണ് ബിന്ദു. ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പൊസിഷനൊന്നും ഞങ്ങൾ ചിന്തിക്കാറില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പോകുന്ന എല്ലാവർക്കും ഒന്നാണ്. പിന്നെ ബിന്ദു ചോദിച്ചായിരുന്നു എൻ്റെ പോസ്റ്റ് എന്താണ്. ഞങ്ങൾക്ക് എനിക്കില്ല, പോസ്റ്റൊന്നും ഇല്ല. I wanna live my life for you, baby. Come on and tell me
that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. അധരമൃത ജലശേഖരം നയനമദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ. എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്നു അഴകേ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. കളവ നദികളൊഴുകുന്നതോ കനകനിധികളുതിരുന്നതോ മണിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരു കാവ്യസംഗീതം. കന്നിത്താരുണ്യം സ്വർണ്ണത്തെ കിണ്ണം അതിൽ വീഴും തേൻ വണ്ടു ഞാൻ നനയും